ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.സി. അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കെയർ സൗജന്യ ആയുർവേദ കർക്കിടക ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വലക്കാവ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന മാരാക്കൽ വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.സി. അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കെയർ സൗജന്യ ആയുർവേദ കർക്കിടക ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാരാക്കൽ സെൻട്രൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.സി. അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കർക്കിടക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത പലതരത്തിലുള്ള രോഗങ്ങൾ കടന്നുവരുമ്പോഴും അലോപ്പതി പോലെ തന്നെ ആയുർവേദത്തിനും രോഗപ്രതിരോധത്തിൽ നിർണായക പങ്ക് വഹിക്കാനുണ്ട് എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ നിജി ജസ്റ്റിൻ പറഞ്ഞു. കർക്കിടക മാസത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി വലക്കാവ് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ.സി. അഭിലാഷിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മണ്ണുത്തിയുടെ സഹായത്തോടു കൂടിയാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മണ്ണുത്തിയുടെ രക്ഷാധികാരി കൂടിയായ ഡോക്ടർ ഏലിയമ്മ റാഫേലിന്റെ നേതൃത്വത്തിലുള്ള 8ഓളം ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സൗജന്യ ആയുർവേദ മെഡിക്കൽ പരിശോധന, വ്യക്തിഗത ആരോഗ്യ നിർദ്ദേശങ്ങൾ, സൗജന്യ മരുന്ന് വിതരണം, കർക്കിടകകാല ആരോഗ്യ സംരക്ഷണ മാർഗനിർദ്ദേശങ്ങൾ അടക്കം മനോഹരമായ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. രാവിലെ 9:30 ആരംഭിച്ച ക്യാമ്പിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വൈകിട്ട് 4 മണിയോടെ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിൽ വിയൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം ലീലാമ്മ തോമസ് മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ചാക്കോച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ജോർജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി നിജോ, പഞ്ചായത്ത് മെമ്പർമാരായ ജോജോ കണ്ണാറ, കോൺഗ്രസ് നേതാക്കളായ ബാബു തോമസ്, കെ.പി. എൽദോസ്, ജിഫിൻ ജോയ്, കെ.എം. പൗലോസ്, ഫസീല നിഷാദ്, വി.ബി. ചന്ദ്രൻ, തോമസ് പി. കുര്യൻ, ഷാജി കീരിമുളയിൽ, റോയ് ഒളവനക്കുഴിയിൽ, പി.വി. മത്തായി, തങ്കച്ചൻ നിരവത്ത്, രാജു കാവ്യത്ത്, സജി താനിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കർക്കിടക മാസത്തിൽ തന്നെ കർക്കിടക ചികിത്സ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചതിന് ബഹുമാനപ്പെട്ട അഭിലാഷിനെയും അതിന് നേതൃത്വം വഹിക്കുന്ന ഏലിയമ്മ ഡോക്ടറെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. കർക്കിടക മാസം നമുക്കെല്ലാവർക്കും അറിയാം, ആയുർവേദ ചികിത്സയെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന രക്ഷ കൊടുക്കേണ്ട ഒരു മാസമാണ്. ഞാൻ അലോപ്പതി ഡോക്ടറാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ അറിയില്ല. എന്നിരുന്നാലും അലോപ്പതി ഡോക്ടറായി ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്. എന്നോട് പലപ്പോഴും സ്ത്രീകൾ പ്രസവം കഴിഞ്ഞിട്ടും അവരുടെ വീട്ടുകാരും ഒക്കെ ചോദിക്കും, മലയാള മരുന്ന് ചെയ്യണോ, ആയുർവേദ മരുന്നുകൾ ചെയ്യണോ ഡോക്ടറെ, അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായും മറുപടി പറയുന്നത് വേണം എന്നുള്ളതാണ്. കാരണം ഗർഭകാലഘട്ടം, പ്രസവം എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിന് കുറേ അധികം ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. അത് തിരിച്ചു പിടിക്കാൻ ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യുന്നത് ആയുർവേദ ചികിത്സാ രീതികളാണ്. നമ്മൾ ഉള്ളിലേഹ്യം, ഇടിമരുന്ന്, കോഴിമരുന്ന്, പിന്നെന്തൊക്കെയാണ്, പൂക്കല ലേഹ്യം, പിന്നെ എണ്ണ തേച്ച് കുളി, ഇതൊക്കെ നമുക്ക് ശരീരം ഗർഭിണിയായിരിക്കുമ്പോൾ ശരീരം ഇളതാവാന്ന് പറയും. അത് എന്തായാലും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തില്ല. അതിലേക്ക് എത്താനുള്ള ശ്രമത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ആയുർവേദത്തിനാണ്. നമ്മുടെയൊക്കെ പ്രദേശത്ത് ആളുകൾക്ക് ആവശ്യമായി, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രാധാന്യം നമ്മളാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ വിട്ട് പുതിയ രോഗങ്ങൾ, നിപ്പ, കൊറോണ, അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായി വന്ന ഷിഗല്ല, H1N1, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ നമ്മൾ കേട്ട് പേടിച്ച് ഭീതിയോടെ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്.